നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃപ്പൂണിത്തുറ ഗ്ലോബൽ സ്കൂളിലെ വിദ്യാർത്ഥി മിഹർ അഹമ്മദിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പിതാവിന്റെ പരാതി ഗൗരവത്തിലെടുക്കാൻ പോലീസ്. മിഹറിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും സ്കൂളിൽ നിന്നെത്തി മരിക്കുന്നതുവരെ മിഹറിന് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തണമെന്നുമാണ് പിതാവ് മലപ്പുറം തിരൂർ താനൂർ മാടാമ്പാട് ഷഫീഖ പറയുന്നത്. മിഹർ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് രണ്ടാം അച്ഛനുമായി സംസാരിച്ചിരുന്നുവെന്നും അത് എന്താണെന്ന് കണ്ടെത്തണമെന്നും മരിക്കുന്ന സമയത്ത് ആരൊക്കെ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയണമെന്നുമാണ് ഷഫീഖിന്റെ പരാതി. ഷഫീഖ് പരാതി നൽകിയ ശേഷമാണ് മിഹറിന്റെ മരണത്തിൽ സ്കൂളിനെതിരെയും സഹപാഠികൾക്കെതിരെയും പരാതിയുമായി അമ്മ രംഗത്ത് വരുന്നത് എന്ന വിലയിരുത്തലും സജീവമാണ്. മിഹറിന്റെ അച്ഛൻ ഉയർത്തുന്ന സംശയങ്ങളോട് അമ്മ പ്രതികരിച്ചിട്ടുമില്ല. ഇതും നിർണായകമാകും. മിഹറുമായുള്ള ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളും പിതാവ് പുറത്തുവിട്ടിട്ടുണ്ട്. തന്നെ കൂടെ കൊണ്ടുപോകണമെന്ന് മിഹർ ചാറ്റിൽ പറയുന്നുണ്ട്. മകൻ വിഷാദത്തിലായിട്ടും കൗൺസിലിംഗ് നൽകിയിട്ടില്ല എന്നും ജെയിംസ് സ്കൂളിൽ നിന്ന് മിഹറിനെ മാറ്റിയത് അവന്റെ താല്പര്യമില്ലാതെയാണോ എന്നും അക്കാര്യം തന്നെ അറിയിച്ചിരുന്നില്ല എന്നും പിതാവ് പറയുന്നു. മിഹറിന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ഷഫീഖ് പരാതിയിൽ പറയുന്നു. മിഹറിന്റെ അമ്മയും ബന്ധുക്കളും പറഞ്ഞതിൽ വൈരുദ്ധ്യമുണ്ടെന്നും പിതാവ് ആരോപിക്കുകയാണ്. ഇതോടെ കേസ് പുതിയ തലത്തിലേക്കാണ് പോകുന്നത്. ഞെട്ടിക്കുന്ന സൂചനകളാണ് മിഹറിന്റെ അച്ഛൻ പുറത്തുവിട്ട ചാറ്റുകളിൽ ഉള്ളത്. ഇത് വിവാദത്തിന്റെ പുതിയ തലത്തിലേക്ക് എത്തിക്കുകയാണ്. മിഹറിന്റെ ആത്മഹത്യയിൽ വൻ സ്രാവുകൾക്ക് പങ്കുണ്ടെന്നാണ് പുറത്തേക്ക് വരുന്ന മറ്റു സൂചന. ആദ്യം മിഹറിന്റെ ആത്മഹത്യയിൽ പരാതി നൽകിയത് അച്ഛനാണ്. എന്തുകൊണ്ട് അച്ഛന്റെ പരാതിയിൽ അന്വേഷണം നടന്നില്ല എന്നതും ദുരൂഹതയാണ്. ഇവിടെ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, എനിക്ക് ഖത്തറിലേക്ക് വരണമെന്ന് പറഞ്ഞ് മിഹർ അച്ഛന് മെയിൽ അയച്ചിരുന്നു. അച്ഛൻ മാത്രമാണ് എന്നെ മനസ്സിലാക്കുന്നത് എന്നും ദയവായി എന്നെ കൊണ്ടുപോകുവാൻ അഭ്യർത്ഥിക്കുന്നു ഇമെയിലാണ് അച്ഛന് മിഹർ അയച്ചിരിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുമെന്നും ഞാനുണ്ട് കൂടെ എന്നും അച്ഛൻ മറുപടി നൽകി. എപ്പോൾ വേണമെങ്കിലും നിന്നെ ഖത്തറിലേക്ക് കൊണ്ടുവരാമെന്നും പാസ്പോർട്ട് ശരിയാകട്ടെ എന്നും പറഞ്ഞിരുന്നു. ഈ മെയിൽ അടക്കം പുറത്തു വന്നിട്ടുമുണ്ട്. അമ്മയെക്കുറിച്ചും ചാറ്റുകളിൽ പരാമർശമുണ്ട്. 2024 ഫെബ്രുവരി 28 മുതലാണ് ഈ ചാറ്റുകളെന്നും പുറത്തുവന്ന സന്ദേശത്തിൽ വ്യക്തമാണ്. 2021 മിഹർ അച്ഛന് ഇമെയിൽ അയച്ചതെന്നും പുറത്തുവന്ന സ്ക്രീൻഷോട്ടിൽ വ്യക്തമാണ്. ഇതിനുശേഷം ഏറെക്കാലം കഴിഞ്ഞാണ് മിഹറിന്റെ ആത്മഹത്യ. അതുകൊണ്ട് തന്നെ ഈ ചാറ്റുകൾ നിറയുന്നതിന് അപ്പുറത്തേക്കുള്ള പ്രശ്നങ്ങളും മരണത്തിന് കാരണമായേക്കാം. നിലവിൽ കുട്ടിക്ക് പ്രതിസന്ധിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അച്ഛൻ പറയുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അമ്മയ്ക്കും രണ്ടാം അച്ഛനുമൊപ്പം തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ താമസിക്കുന്ന മകൻ തന്നോട് സ്ഥിരമായി ആശയവിനിമയം നടത്താറുണ്ടെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടായതായി മകൻ പറഞ്ഞിട്ടില്ല എന്നും പിതാവ് പറയുന്നു. സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് എത്തിയ മകൻ ആത്മഹത്യ ചെയ്യാൻ കാരണം എന്താണ് എന്ന് അറിയില്ല എന്നും തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുകയാണ്. എന്തായാലും ഈ സ്ക്രീൻഷോട്ട് അടക്കം പുറത്തു വരുമ്പോൾ രണ്ടാം അച്ഛനിലേക്ക് കാര്യങ്ങൾ വിരൽ ചൂണ്ടുകയാണ് എന്ന പല കോണിൽ നിന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. രണ്ടാം അച്ഛന് ഇതിന് പിന്നിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. കൃത്യമായി ഇതിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. മിഹർ ക്രൂരമായ റാഗിങ്ങിന് ഇരയായി എന്ന് ചൂണ്ടിക്കാട്ടി മാതാവ് പരാതി നൽകിയിരുന്നു. ഇത് വലിയ ചർച്ചാ വിഷയമാവുകയും ചെയ്തു. സ്കൂൾ ബസ്സിൽ വെച്ച് മിഹർ ക്രൂരമായ പീഡനം നേരിട്ടുവെന്ന് അമ്മ പരാതിയിൽ പറഞ്ഞിരുന്നു. ക്ലോസറ്റിൽ തല പൂഴ്ത്തിവെച്ച് ഫ്ലഷ് ചെയ്തും അത് ക്രൂരമായി മിഹറിനെ റാഗ് ചെയ്തിരുന്നുവെന്നും അമ്മ പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇതിനു മുൻപ് അച്ഛൻ കൊടുത്ത പരാതി വാർത്തകളിലേക്ക് എത്തുന്നത്.